നമസ്കാരം, നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കലാരംഗത്ത് ഉയർന്ന കല താഴ്ന്ന കല എന്ന സമീപനം ശരിയല്ലെന്ന് VT ബൽറാം MLA പറഞ്ഞു. നാട്ടുകലാകാരക്കൂട്ടം പട്ടാമ്പി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക ഫോക്ലോർ ദിനാചരണവും സംസ്ഥാനതല ഫോക്ലോർ ദിനാചരണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാകാരന്മാരെ അവശകലാകാരന്മാർ എന്ന് പറയുന്നത് ശരിയായ കീഴ്വഴക്കമല്ല. കലയും കലാകാരന്മാരും മനുഷ്യനന്മയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതുകൊണ്ട് കലാകാരന്മാർക്ക് തുല്യ പരിഗണന നൽകണമെന്നും പുതിയ തലമുറയ്ക്ക് മാർഗദർശികളാകാൻ കലാകാരന്മാർക്ക് കഴിയണമെന്നും MLA പറഞ്ഞു. മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ, കണ്ണീര്, വേദന, ത്യാഗം, കഷ്ടപ്പാട്, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് നമ്മുടെ വളർത്തുന്ന കുട്ടികളോട് പറയാനുണ്ട്. അങ്ങനെ പറയാനുള്ള ഉപാധികളാണ് ഈ ഓരോ കലാരൂപങ്ങളും. പാട്ടിലൂടെയും ആവിഷ്കാരത്തിലൂടെയും നൃത്തത്തിലൂടെയും ഒക്കെ നമ്മൾ പറയുന്നത് ജീവിതത്തെക്കുറിച്ചാണ്, മനുഷ്യന്റെ അനുഭവങ്ങളെ കുറിച്ചാണ്. ഓരോ മനുഷ്യന്മാരുടെ ആ നിലയിലുള്ള ഒരു സ്റ്റോറിയും ആ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഇതുപോലെയുള്ള ഓരോ ആവിഷ്കാരവും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അടുത്ത തലമുറയിലേക്ക് നമ്മുടെ നാടിനെ തന്നെ പകർന്നു കൊടുക്കുക എന്നുള്ള ഒരു വലിയ സാംസ്കാരിക ദൗത്യമാണ് നമ്മൾ നിർവഹിക്കുന്നത്. ചടങ്ങിൽ നാട്ടുകലാകാരക്കൂട്ടം പ്രസിഡന്റ് KP സുബ്രഹ്മണ്യൻ പുല്ലുടിയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ബൈജു തൈവാമക്കൾ, രമേശ് കരിന്തലക്കൂട്ടം, സുരേഷ് തിരുവാലി എന്നിവർ വിശിഷ്ടാതിഥികളായി. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സുനിൽകുമാർ, മുഹമ്മദ് മാസ്റ്റർ, അഡ്വക്കേറ്റ് മനോജ്, കൃഷ്ണകുമാർ, സാമൂഹ്യ പ്രവർത്തകരായ പ്രതീക്ഷ പ്രദീപ്, കലവറ ഗോപാലൻ മാസ്റ്റർ, ഗംഗാ കാറൽമണ്ണ, ശ്രീനാഥ് മണ്ണാർക്കാട്, രാജൻ വരവൂർ എന്നിവർ പ്രസംഗിച്ചു. മനോജ് പുനർജനി സ്വാഗതവും മണികണ്ഠൻ പെരിങ്ങോട് നന്ദിയും പറഞ്ഞു. വിവിധ കലാരംഗങ്ങളിൽ ശ്രദ്ധേയരായവരെയും 60 വയസ്സ് പൂർത്തിയാക്കിയവരെയും ചടങ്ങിൽ ആദരിച്ചു. നാടൻപാട്ട് മത്സരത്തിൽ വിജയികളായവർക്ക് VT ബൽറാം MLA സമ്മാനങ്ങൾ നൽകി. ഭക്ഷണശാലയ്ക്ക് സമീപത്ത് തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളി സാമൂഹ്യവിരുദ്ധർ. ചാലിശ്ശേരി പഞ്ചായത്തിലെ കൂറ്റനാട്, കരിമ്പ, പാലക്ക പിടികയിലാണ് സംഭവം. ഇതാദ്യമായല്ല പ്രദേശത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നതെന്നും ആവർത്തിച്ച് പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാൻ അധികൃതർ മടിക്കുന്നതിന്റെ പ്രത്യാഘാതമാണ് പ്രദേശവാസികൾ അനുഭവിക്കുന്നതെന്നും ആക്ഷേപം ഉയർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയുടെ മറവിലാണ് സാമൂഹ്യവിരുദ്ധർ കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിവിട്ടത്. കഴിഞ്ഞ ദിവസവും 2 ആഴ്ച മുൻപും സമാനമായ രീതിയിൽ ഇവിടെ സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയിരുന്നു. റോഡിനു കുറുകെ കടന്നുപോകുന്ന തോട്ടിലാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. തൊട്ടരികിൽ നിരവധി ആളുകൾ ഭക്ഷണം കഴിക്കാനെത്തുന്ന ഹോട്ടൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ദ്രോഹം. കടുത്ത ദുർഗന്ധം കാരണം പരിസരത്തുള്ളവർ മൂക്കുപൊത്തേണ്ട അവസ്ഥയിലാണ്. പകർച്ചവ്യാധികളും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും പടർന്നു പിടിക്കാൻ ഇത് വഴിവെക്കുമെന്നത് തീർച്ചയാണ്. തോട്ടിലെ കക്കൂസ് മാലിന്യം പാടശേഖരങ്ങളിലൂടെ ഒഴുകിയെത്തുന്നത് പ്രദേശത്തെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ ഭാരതപ്പുഴയിലേക്കാണ്. ഇത് പരിസരത്തെ കിണറുകളെ പോലും മലിനമാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇന്ന് പുലർച്ചെ ഹോട്ടൽ തുറക്കാനെത്തിയവരാണ് മാലിന്യം തള്ളിയ വിവരം ആദ്യമായി അറിയുന്നത്. സംഭവം ആവർത്തിച്ചതോടെ നാട്ടുകാർ ആരോഗ്യവകുപ്പ്, ചാലിശ്ശേരി പഞ്ചായത്ത്, പോലീസ് എന്നിവരെ വിവരമറിയിച്ചു. തുടർന്ന് പഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി സന്ദർശനം നടത്തിയെങ്കിലും പ്രതികളെ പിടികൂടാൻ ശക്തമായ നടപടി ഉണ്ടാകുന്നില്ലെന്ന ആരോപണം ശക്തമാണ്. കൃത്യമായ നിരീക്ഷണവും കടുത്ത ശിക്ഷാ നടപടികളും ഉണ്ടായാൽ മാത്രമേ ഈ സാമൂഹ്യവിരുദ്ധരെ പൂട്ടാൻ കഴിയൂ എന്ന നിലപാടിലാണ് നാട്ടുകാർ. തൊട്ടടുത്ത് കാണുന്നത് ഒരു ഹോട്ടലാണ്. ഈ ആളുടെ ഹോട്ടലാണ് ഈ കാണുന്നത്. ഇയാളുടെ ഉപജീവനം നടത്തുന്ന സ്ഥാപനം. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമാണ്. പകർച്ചവ്യാധികൾ പകർന്നു പിടിക്കുന്ന ഒരു സമയം. ഈ സമയത്ത് തന്നെ ഈ ആദ്യം ഇവിടെ കൊണ്ട് തള്ളുമ്പോൾ ഈ തള്ളുന്നവരൊന്ന് വിചാരിക്കണ്ടേ, സ്ഥാപനത്തിന്റെ അടുത്ത് കൊണ്ട് തട്ടുമ്പോൾ നമ്മുടെ അധികാരികളുടെ പിടിപ്പേടായിട്ടല്ലേ ഇപ്പൊ നമ്മൾ കണക്കൂട്ടേണ്ടത്. അല്ല, 2-3 സ്ഥാപനങ്ങളുണ്ട്, തൊട്ടടുത്ത് വീടുകളുണ്ട്, വഴിയാത്രക്കാരുണ്ട്. ഇതൊരു മെയിൻ റോഡാണ്, പൊന്നാനി പാലക്കാട് റോഡ്. എത്ര ആളുകൾ യാത്ര ചെയ്യും? ഇത്തരം സ്ഥലത്ത് ഇത് കൊണ്ട് തള്ളുമ്പോൾ അവരുടെ ധൈര്യം എന്താ? നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ അതിന് വേണ്ടുന്ന രീതിയിലുള്ള നടപടി എടുത്തില്ലെങ്കിൽ വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ട്. ഞങ്ങളുടെ കണ്ണിൽ കാണുകയാണെങ്കിൽ ഞങ്ങൾ പിടിച്ച് കെട്ടിട്ടിരുന്നു. അതിൽ യാതൊരു തർക്കമില്ല കാര്യത്തിൽ. ഞങ്ങൾക്കൊക്കെ ജീവിക്കണം ഇവിടെ. 16 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിലെ പ്രതി 40-കാരന് 25 വർഷം കഠിന തടവ്. പട്ടാമ്പി പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 16 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 40 വയസ്സുകാരന് 25 വർഷം കഠിന തടവും 70,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചെർപ്പശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി പന്നിയാംകുറിച്ചി കളക്കുന്നത്ത് വീട്ടിൽ
അഹമ്മദ് കബീറിനെയാണ് പട്ടാമ്പി ഫസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജ് ദിനേശൻ പിള്ള ശിക്ഷ വിധിച്ചത്. പിഴസംഖ്യ ഇരയ്ക്ക് നൽകുവാനും വിധിയായി. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് ചെറുപ്പശ്ശേരി സബ് ഇൻസ്പെക്ടറായിരുന്ന ഷെബീബ് റഹ്മാനും ഇൻസ്പെക്ടർ ശശികുമാറുമായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി കെ സന്ദീപ് ഹാജരായി. പട്ടാമ്പി ഫസ്റ്റ് ട്രാക്ക് പ്രത്യേക കോടതിയിലെ ലൈസൻസ് ഓഫീസർ ASI എസ് മഹേശ്വരി പ്രോസിക്യൂഷനെ സഹായിച്ചു. പരുതൂർ കുളമുക്ക് ചിറങ്കരയിൽ കുളിക്കാനിറങ്ങിയ ആൾ മുങ്ങി മരിച്ചു. കുളമുക്ക് സ്വദേശി 54 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. കഴിഞ്ഞ ദിവസം വൈകുന്നേരം പരുതൂർ ചിറങ്കരയിലാണ് മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുളമുക്ക് ചങ്ങായിക്കുന്നിൽ കുലവന്റെ മകൻ 54 വയസ്സുകാരനായ CK ചന്ദ്രനാണ് മരിച്ചത്. ചുമട്ട് തൊഴിലാളിയാണ്. വൈകുന്നേരം കുളിക്കാൻ പോയ ചന്ദ്രനെ ഏറെ നേരമായിട്ടും കാണാത്തതിനെ തുടർന്ന് തിരച്ചിൽ നടത്തിയതിനു ശേഷമാണ് രാത്രിയോടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. തൃത്താല പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. CK ബിന്ദുവാണ് ഭാര്യ. CPM കുളമുക്ക് ബ്രാഞ്ച് മെമ്പറാണ്. അശ്വിനിയാണ് മകൾ. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികച്ച കർഷകരെയും ആദരിച്ചു. തൃത്താല MLA VT ബൽറാം കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ C സൂര്യ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ സിജി സാബു, ആനി വിനു, സവിത അജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗം AV ജയൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു. രാവിലെ ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ നിന്നും വാദ്യമേളഘോഷങ്ങളുടെ അകമ്പടിയോടെ കാർഷിക ദിന ഘോഷയാത്ര ആരംഭിച്ച് ചാലിശ്ശേരി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു. മികച്ച മുതിർന്ന കർഷകൻ ചന്ദ്രശേഖരൻ നൂറമ്പറമ്പിലിനെയും മുതിർന്ന കർഷകൻ മുഹമ്മദ് കുട്ടി കൂനമ്പറമ്പിലിനെയും മികച്ച കർഷക തൊഴിലാളി മീനാക്ഷി പൊറ്റമലിനെയും മികച്ച വിദ്യാർത്ഥി കർഷകൻ C പ്രണവിനെയും MLA VT ബൽറാം പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു. ഒപ്പം വിവിധ കാർഷിക മേഖലകളിൽ കഴിവുകൾ തെളിയിച്ച 14 കർഷകരെയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ചേർന്ന് ആദരിച്ചു. മികച്ച പാടശേഖരമായി തിരഞ്ഞെടുത്ത കുളത്താണി പാടശേഖരത്തിനുള്ള ആദരവ് പാടശേഖര സമിതി സെക്രട്ടറി M പ്രദീപ് കുമാർ ഏറ്റുവാങ്ങി. ആദരവ് ഏറ്റുവാങ്ങിയവർക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചാലിശ്ശേരി ബ്രാഞ്ച് സ്പോൺസർ ചെയ്ത ക്ലോക്കുകളും നൽകി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ M ബാലകൃഷ്ണൻ ആഘോഷ ചടങ്ങുകൾക്ക് നന്ദി പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്ക് പട്ടാമ്പിയിൽ ഊഷ്മള വരവേൽപ്പ്. ജില്ലാ അതിർത്തിയായ വിളയൂരിൽ നിന്നുമാണ് ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിച്ച് ആനയിച്ചത്. പട്ടാമ്പിയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. ഡിവൈഎഫ്ഐയുടെ 16ാമത് സംസ്ഥാന സമ്മേളന നഗരിയിലേക്കുള്ള പതാക ജാഥയ്ക്കാണ് പട്ടാമ്പിയിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകിയത്. കണ്ണൂരിലെ കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച പതാക ജാഥ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് പട്ടാമ്പിയിലേക്ക് എത്തിയത്. ജില്ലാതിർത്തിയായ പുലാമന്തോൾ പാലത്തു നിന്നും ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. നേതാക്കളായ R ജയദേവൻ, ഷിബി കൃഷ്ണ, KC റിയാസുദ്ദീൻ, T ഗോപാലകൃഷ്ണൻ, NP വിനയകുമാർ, AM ജിതിൻ രാജ്, PV രതീഷ്, PM ആർഷോ, M രഞ്ജിത്ത്, N രന്തീഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ജാഥയെ ജില്ലയിലേക്ക് സ്വീകരിച്ചാനയിച്ചത്. തുടർന്ന് പട്ടാമ്പിയിലും ഊഷ്മളമായ വരവേൽപ്പാണ് ജാഥയ്ക്ക് നൽകിയത്. താളമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ജാഥയെ വരവേറ്റത്. തുടർന്ന് മേലെ പട്ടാമ്പിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ജാഥ ക്യാപ്റ്റൻ PS അരുൺ ബാബു സംസാരിച്ചു. പോരാട്ടത്തിന്റെ നേതൃത്വമായി മാറാം, നമുക്ക് ജനാധിപത്യ സംരക്ഷണത്തിന്റെ നേതൃത്വമായി മാറാം, മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ആ നേതൃത്വമായി നമുക്ക് മുന്നോട്ട് പോകാം. യുക്തിചിന്തയുടെയും ചരിത്രബോധത്തിന്റെയും ശാസ്ത്രബോധത്തിന്റെയും പ്രചാരകരായി നമുക്ക് മാറാം. ആ രാഷ്ട്രീയത്തിലൂടെ നമ്മുടെ രാജ്യത്തിന്റെ യൗവനത്തെ നമുക്ക് സംഘടിപ്പിക്കാം എന്ന മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ യൗവനം ഡിവൈഎഫ്ഐ ആയി മാറുന്നത്. 1980-കൾക്ക് ശേഷം 4.5 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ
ഈ വർത്തമാനകാല രാഷ്ട്രീയം പരിശോധിക്കപ്പെടുമ്പോൾ ഇന്ത്യയുടെ യുവത്വത്തിന് ആവേശം പകർന്നു നൽകുന്ന നിരവധിയായ പോരാട്ടങ്ങളിലൂടെയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ലോകം യുദ്ധത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, സാമ്രാജ്യത്വം യുദ്ധം അടിച്ചേൽപ്പിക്കുമ്പോൾ നിസ്സഹായരായ മനുഷ്യരെ നമുക്ക് പാലസ്തീനിലും ഇറാനിലും ലോകത്തിന്റെ നിരവധിയായ രാജ്യങ്ങൾക്കകത്ത്, ഇടങ്ങൾക്കകത്ത്, വെനസ്വേല അടക്കമുള്ള രാജ്യങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആയുധ കച്ചവടക്കാരായിട്ടുള്ള സാമ്രാജ്യത്വം അടിച്ചേൽപ്പിക്കുന്ന യുദ്ധവിറയ്ക്കകത്ത് ലോകം പകച്ചു നിൽക്കുമ്പോൾ പാൽമണം വിട്ടുമാറാത്ത പാലസ്തീനിലെ കുരുന്നുകൾക്ക് മുകളിലേക്ക് ആകാശത്തുനിന്നും പെരുമഴ പോലെ പെയ്തിറങ്ങുന്ന ബോംബ് വർഷങ്ങളുടെ മുമ്പിൽ ഒരു ജനത നിസ്സഹായരായി മാറുന്ന കാഴ്ച. PR രജീഷ്, A നീരജ്, രാഹുൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. യോഗത്തിൽ വെച്ച് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി തയ്യാറാക്കിയ സുവനീർ യങ് ഇന്ത്യയുടെ പ്രകാശനവും നടന്നു. കൂടാതെ ഡിവൈഎഫ്ഐ ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രവചന മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. പട്ടാമ്പി സിവിൽ സ്റ്റേഷൻ റോഡിന്റെ തകർച്ചയ്ക്കെതിരെ പ്രതിഷേധവുമായി വെൽഫെയർ പാർട്ടി രംഗത്ത്. റോഡിലെ കുഴികളിൽ വാഴ നട്ടായിരുന്നു പ്രതിഷേധം. പട്ടാമ്പി TB റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചാണ് വെൽഫെയർ പാർട്ടി പട്ടാമ്പി ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വാഴ നട്ട് പ്രതിഷേധം ഒരുക്കിയത്. ഏറെക്കാലമായി റോഡ് തകർന്നു കിടക്കുകയാണ്. പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിലേക്കടക്കം നിരവധി ആളുകൾ ഈ റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. താലൂക്ക് ഓഫീസിലേക്കും പട്ടാമ്പി നഗരസഭയിലേക്കും അടക്കം ഈ റോഡാണ് ആളുകളുടെ പ്രധാന സഞ്ചാര മാർഗം. ഇത് ഗതാഗതയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധം. വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി അംഗം മുസ്തഫ കളരിക്കൽ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി TB റോഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പട്ടാമ്പി അറിയപ്പെടുന്ന ഒരു റെസ്റ്റ് ഹൗസ് ഉള്ളത് ഈ റോഡിലാണ്. ഈ റെസ്റ്റ് ഹൗസിന്റെ റോഡ്, അതുപോലെ സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ തന്നെ നമ്മുടെ പട്ടാമ്പി താലൂക്കിലെ പല സാധാരണക്കാരും അവരുടെ അത്താണിയായിരിക്കുന്ന ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന സിവിൽ സ്റ്റേഷൻ, അതുപോലെ നമ്മുടെ നാട്ടിലെ പരിസര പ്രദേശങ്ങളിലെ നമ്മുടെ സാധാരണ ജനങ്ങൾ അവലംബമായിരിക്കുന്ന പട്ടാമ്പി താലൂക്ക് ആശുപത്രി, അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഡയാലിസിസ് കേന്ദ്രം. ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ തന്നെ ഇതിലൂടെ നടന്നുപോയാല് അദ്ദേഹത്തിന്റെ തണ്ടിലും മുതുകും ഒടിയുന്നൊരവസ്ഥയാണെങ്കിൽ ഈ കിഡ്നി പേഷ്യൻസിന്റെ ആളുകള് ഡയാലിസിന് പോകുമ്പോ ഈ ഗട്ടറിലൂടെ കടന്നു പോകുമ്പോ എത്രത്തോളം പ്രയാസങ്ങള് അവർക്കുണ്ടാകുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതുപോലെ റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെ നിരവധി അനവധി പട്ടാമ്പിയിലും സംസ്ഥാനത്തെ തന്നെ പല ജനങ്ങൾക്കും ഉപകാരപ്രദമായിരിക്കുന്ന പല സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഈ TB റോഡിന്റെ ശോചനീയാവസ്ഥ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ ചോദിക്കുന്നത്, നാണമില്ലേ അധികാരികളെ നിങ്ങൾക്ക്? ഇത്തരം ആളുകളുടെ മുമ്പിൽ വന്ന് കൈകാട്ടി കൈകൂപ്പി വോട്ട് വാങ്ങിച്ചിട്ട് ഇതിലൂടെ കടന്നു പോകുമ്പോ ഒരു നാണമാനം നിങ്ങൾക്കില്ലേ? മണ്ഡലം സെക്രട്ടറി KP ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ റോഡിനോടുള്ള അവഗണന നിങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നിങ്ങൾ പറയണം. നിങ്ങൾ ഇരിക്കുന്നത് ഒരു സ്ഥാനത്താണ്, ഒരു ജനപ്രതിനിധി സ്ഥാനത്താണ്. MLA ഇരിക്കുന്നതും ഒരു ജനപ്രതിനിധി സ്ഥാനത്താണ്. ഇങ്ങനെ എല്ലാവരും ഒരു ജനപ്രതിനിധി സ്ഥാനത്ത് ജനാധിപത്യ രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ട ഈ റോഡിനെ രാഷ്ട്രീയപരമായിട്ടാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ അവസാനമായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് P. റിയാസ് അധ്യക്ഷനായിരുന്നു. KM സലാം, ജാഫർ, ഷറഫു, നൂറുദ്ദീൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പരിമിതികളെയെല്ലാം മനസ്സിൽ മാത്രം ഒളിപ്പിച്ച് തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളപ്പിക്കുകയാണ് ഈ കൊച്ചുമിടുക്കൻ. അരങ്ങിൽ അവിശ്വസനീയമായ തകർപ്പൻ പ്രകടനങ്ങളോടെ കാഴ്ച വസന്തമൊരുക്കിയ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലാമേള അരികെ ശ്രദ്ധേയമായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓണം ഫെസ്റ്റ് 2026 തുടക്കം കുറിച്ചാണ് ഭിന്നശേഷി കലാമേള അരങ്ങേറിയത്. ഭിന്നശേഷി കുട്ടികളുടെ തകർപ്പൻ ഡാൻസുകൾ വേദിയെ ഇളക്കിമറിച്ചപ്പോൾ സദസ്സിലിരുന്നവരും സ്വയം മറന്ന് പാട്ടിനൊപ്പം ചുവടുവെച്ചു. തൃത്താല മുടുവന്നൂരിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ, തിരുമറ്റക്കോട് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ, പട്ടിത്തറ ബഡ് സ്കൂൾ, ചാലിശ്ശേരി ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവിടങ്ങളിൽ നിന്നായി എത്തിയ കുട്ടികളാണ് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങളുമായി വേദി കീഴടക്കിയത്. ഗ്രൂപ്പ് ഡാൻസ്, സിംഗിൾ ഡാൻസ്, ഒപ്പന, സിനിമാറ്റിക് ഡാൻസ്, ഫാൻസി ഡ്രസ്, ഗാനാലാപനം തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് വേദിയിൽ അരങ്ങേറിയത്. 150ഓളം ഭിന്നശേഷി കുട്ടികളാണ് കലാമേളയിൽ മാറ്റുരച്ചത്. കാണികളുടെ അകമഴിഞ്ഞ പിന്തുണയും പ്രോത്സാഹനവും കൂടിയായപ്പോൾ കുട്ടികളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു.
കുട്ടികളുടെ ബാൻഡ് വാദ്യത്തോടെയുള്ള മാർച്ചോടെ തുടക്കമിട്ട പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും വിഭവസമൃദ്ധമായ ഓണസദ്യയും വിളമ്പി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന കലാമേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്തു. വർഷത്തെ ഓണം ഫെസ്റ്റ് 2026 ഭിന്നശേഷി കലാമേളയോടുകൂടി ആരംഭിക്കുകയാണ്. ഇന്ന് തൃത്താല ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ ബാൻഡ് മാർച്ചോടുകൂടിയാണ് ഇന്ന് പരിപാടി ആരംഭിച്ചത്. തൃത്താല ബ്ലോക്കിലെ 7 പഞ്ചായത്തിലെയും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാപരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സന്തോഷത്തോടും കൂടിയാണ് കുട്ടികളെല്ലാവരും പങ്കെടുക്കുന്നത്. എല്ലാവരും ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാരും എല്ലാവരും ചേർന്നാണ് ഈ ഭിന്നശേഷി കലാമേള ഒരുക്കിയത്. കൂറ്റനാട് ദി ക്ലബിന്റെ 15ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബസംഗമം വിവിധ സാംസ്കാരിക പരിപാടികളോടെ നടന്നു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ഷബീർ അറഫ അധ്യക്ഷത വഹിച്ചു. VP ജബ്ബാർ, ക്ലബ് രക്ഷാധികാരികളായ AV കരീം, AV ജലീൽ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലബ് പ്രതിനിധികളായ KM സൈഫുദ്ദീൻ, PA നാസർ, BV ഷാജി, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ CV സുബൈർ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ 15 വർഷമായി പ്രദേശത്തെ നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിലും നിർധന കുടുംബങ്ങളിലെ വിവാഹം, മറ്റ് അടിയന്തരാവശ്യങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിലും ദി ക്ലബ് സജീവമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. സാമൂഹിക സേവനങ്ങൾക്കൊപ്പം സാംസ്കാരിക രംഗത്തും കായിക മേഖലയിലും ദി ക്ലബ് സജീവ സാന്നിധ്യമാണ്. കുടുംബസംഗമത്തിൽ ക്ലബ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ, നൃത്തപരിപാടികൾ എന്നിവയും അരങ്ങേറി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.